നമസ്കാരം, മഹാന്മാ ന്യൂസിലേക്ക് സ്വാഗതം. ജനം ജയിച്ചു ജൂൺ 4 വരെ. വോട്ട് കുറവിൽ അങ്കലാപ്പിലായി സ്ഥാനാർത്ഥികളും പാർട്ടികളും. വോട്ടർമാർ സ്വീകരിച്ചത് പുതിയ നിലപാടുകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ആണെങ്കിലും ജയിച്ചു നിൽക്കുന്നത് വോട്ടർമാർ എന്ന പൊതുജനമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പോളിംഗിൽ ഉണ്ടായ വലിയ കുറവ് സ്ഥാനാർത്ഥികളെയും രാഷ്ട്രീയ പാർട്ടികളെയും മുന്നണികളെയും വലിയ വിഷമത്തിലാക്കിയിട്ടുണ്ട്. ഒരു സ്ഥാനാർത്ഥിക്കും ഒരു മുന്നണിക്കും ഒന്നും ഉറപ്പിച്ചു പറയാൻ കഴിയാത്ത പോളിംഗ് ശതമാനമാണ് ഈ കുറി ഉണ്ടായത്. എല്ലാവരെയും മംഗലാപ്പിലാക്കി അങ്ങനെ വോട്ടെണ്ണൽ നടക്കുന്ന ജൂൺ 4 വരെ വിജയക്കൊടി പിടിച്ചിരിക്കുന്നത് വോട്ടർമാരായ പൊതുജനമാണ്. ജയിച്ചിരിക്കും, ജയം ഉറപ്പാണ്, ഒരു പ്രശ്നവുമില്ല എന്ന് തുടങ്ങി 20-ൽ 20 പോക്കറ്റിൽ ആക്കിയ സ്ഥിതിയിൽ പ്രസ്താവന നടത്തിയ നേതാക്കന്മാർ വരെ ഇപ്പോൾ ആകാശത്തോട്ട് നോക്കിയിരിക്കുകയാണ്. ഒരു ഉറപ്പും ഒരു കാര്യത്തിലും ഉണ്ടാകാത്ത അവസ്ഥയാണ് പോളിംഗ് ശതമാനം കാണിക്കുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും ഇപ്പോൾ വിജയിച്ചു നിൽക്കുന്നത് പൊതുജനം ആണ് എന്ന് ഉറപ്പിച്ചു പറയാം. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ത്രികോണ മത്സരമാണ് നടന്നത്. CPM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു വശത്തും മറുവശത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി പരസ്പരം മത്സരിച്ച് ജയം കാര്യമായ പ്രതീക്ഷയിൽ വന്നില്ല എങ്കിലും BJP മുന്നണിയും മത്സര രംഗത്തുണ്ടായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 മണ്ഡലങ്ങളിൽ 19 സീറ്റിലും UDF ആണ് വിജയിച്ചത്. ആ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം 77.67%. ഇത്രയും ഉയർന്ന പോളിംഗ് നടന്ന അവസരത്തിലാണ് UDFന് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്ന കണക്കു പ്രകാരം ശരാശരി പോളിംഗ് 71.16%. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 6%-ലധികം കുറവ് ഈ തെരഞ്ഞെടുപ്പിൽ പോളിംഗിൽ ഉണ്ടായിട്ടുണ്ട്. 1-2% വോട്ട് കൂടി അവസാന കണക്കിൽ ഉണ്ടായാൽ പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കുറവായിരിക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല. വലിയ വീറും വാശിയും ഉണ്ടായ തെരഞ്ഞെടുപ്പ് എന്ന സ്ഥിതിക്ക് പോളിംഗ് ശതമാനം വലിയ തോതിൽ ഉയരും എന്നൊക്കെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഇതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് പൊതുജനം വലിയ ആവേശം കാണിക്കാതെ പറ്റുന്ന രീതിയിൽ വോട്ട് ചെയ്തപ്പോൾ ആ വോട്ട് ശതമാനം രാഷ്ട്രീയ പാർട്ടികളെയും മുന്നണികളെയും ഉറക്കം കെടുത്തുന്ന അവസ്ഥയിൽ എത്തിച്ചു എന്നതാണ് വാസ്തവം. ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതീക്ഷകളെ തകർത്തുകൊണ്ട് പോളിംഗ് ശതമാനം കുറയുന്നതിനുണ്ടായ സാഹചര്യം എന്താണ്? ഇനിയിപ്പോൾ ഫലപ്രഖ്യാപനം വരുന്ന ജൂൺ 4 വരെ എല്ലാ പാർട്ടിക്കാരും സ്ഥാനാർത്ഥികളും പോളിംഗ് സംബന്ധിച്ച കൂട്ടലും കുറയ്ക്കലുകളും നടത്തിക്കൊണ്ടിരിക്കും എന്നതാണ് വാസ്തവം. ഏതു തരത്തിലുള്ള കണക്കുകൂട്ടുകൾ നടത്തിയാലും ഒരു കാര്യം ഉറപ്പാണ്, എല്ലാ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളെയും സംബന്ധിച്ചിടത്തോളം ഉറക്കം കെടുത്തുന്ന നാളുകളാണ് ഇനി വരാൻ പോകുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വോട്ടർമാർ സ്വീകരിച്ച നിലപാട് യഥാർത്ഥത്തിൽ വളരെ പക്വതയാർന്നതായിരുന്നു. ഒരു ഉദാഹരണത്തോടെ നമുക്കിത് വിശദീകരിക്കാം. തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിൽ നിന്നും തൃശ്ശൂരിലേക്ക് പോകാൻ കാത്തു നിൽക്കുന്ന യാത്രക്കാർ മുന്നിലെത്തുന്ന ഏത് തൃശ്ശൂർ ബസ്സിലും കയറുക എന്നത് സ്വാഭാവികമാണ്. എന്നാൽ തനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരാൾ കയറിയ തൃശ്ശൂർ ബസ്സിൽ താൻ കയറില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് പച്ചയായ വിവരക്കേടാണ്. കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ കാണിച്ച രാഷ്ട്രീയ നിലപാട് ഈ സ്വഭാവത്തിൽ ഉള്ളതായിരുന്നു. കേന്ദ്രത്തിൽ ആര് ഭരണം നടത്തണം എന്ന് തീരുമാനിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് നടന്നത്. കേരളത്തിലെ പ്രമുഖ മുന്നണികളായ ഇടതുമുന്നണിയും വലതു മുന്നണിയും കേന്ദ്ര ഭരണകാര്യത്തിൽ ഒറ്റക്കെട്ടായി നീങ്ങുകയാണ്. BJP സർക്കാരിനെ താഴെയിറക്കുക എന്ന അജണ്ടയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടികളാണ് കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും. ഡൽഹിയിൽ ഈ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഒരുമിച്ചിരുന്ന് മുന്നണിയായി തെരഞ്ഞെടുപ്പിന് നേരിട്ട് BJPയെ താഴെ ഇറക്കാൻ പ്രതിജ്ഞ എടുക്കുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ ഒരുമിച്ച് നിന്ന് തീരുമാനിച്ച രണ്ട് രാഷ്ട്രീയ ശക്തികൾ കേരളത്തിൽ വന്ന് പരസ്പരം മത്സരിക്കുമ്പോൾ അതിലെ യാഥാർത്ഥ്യമില്ലായ്മയും കാപഢ്യവും വോട്ടർമാർ നേരിട്ട് കണ്ടറിഞ്ഞു എന്നതാണ് വാസ്തവം. ഡൽഹിയിലെത്തിയാൽ ഒരുമിച്ച് നിൽക്കാൻ തയ്യാറെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളെ കബളിപ്പിച്ച് വീരവാദങ്ങളും ഘോര പ്രസംഗങ്ങളും നടത്തി പ്രചരണം നടത്തിയപ്പോൾ എന്താണ് ഈ രണ്ട് മുന്നണികളുടെയും ഭാവി എന്ന കാര്യത്തിൽ
പ്രബുദ്ധരായ കേരളത്തിലെ വോട്ടർമാർ മനസ്സിൽ കൃത്യമായ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. പരസ്പരം മത്സരിച്ച് ജനങ്ങളോട് വോട്ട് ചോദിക്കുന്ന രണ്ട് മുന്നണികളും കേരളം വിട്ടാൽ ഒരുമിച്ചാണ് നിൽക്കുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് ഏതെങ്കിലും ഒരു കൂട്ടർക്ക് ആവേശം കാണിച്ച് വോട്ട് ചെയ്യുന്നത് എന്ന് ചിന്തിക്കാൻ സാമാന്യ ബുദ്ധിയുള്ള പൊതുജനം തീരുമാനിച്ചാൽ അവരെ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത്? കൃത്യതയും വ്യക്തതയും ഇല്ലാത്ത രാഷ്ട്രീയ അഭ്യാസവുമായി തെരഞ്ഞെടുപ്പിന് ഇടത് വലത് മുന്നണികൾ കണ്ടപ്പോൾ ഇതെല്ലാം വെറും രാഷ്ട്രീയ നാടകം മാത്രമാണ് എന്ന് ബോധ്യപ്പെട്ട ജനം ആവേശത്തോടെ പോളിംഗ് ബൂത്തിലേക്ക് ഓടിപ്പോകുന്ന അവസ്ഥ മാറി പറ്റുന്ന രീതിയിൽ വോട്ട് ചെയ്യാം എന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നു. ആര് ജയിച്ചാലും ഡൽഹിയിലെത്തി ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കാൻ ആണെങ്കിൽ എന്തിനാണ് ഈ പ്രചരണവും വോട്ട് ചെയ്യലുമെന്ന് ജനം ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അത് വാസ്തവം തന്നെയായിരിക്കും. കേരളത്തിലെ പോലെ പ്രബുദ്ധരായ രാഷ്ട്രീയ ചിന്തകളുള്ള ഒരു ജനതയ്ക്ക് മുന്നിൽ ആശയപരമായ വ്യക്തതയില്ലാത്ത സ്ഥിതിയിൽ നിന്നുകൊണ്ട് പാർട്ടികളും മുന്നണികളും തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ അതിനെ അതേ അളവിൽ കണ്ടുകൊണ്ട് ഗൗരവം കാണിക്കാതെ മാറി നിൽക്കുന്ന ഒരു സ്വഭാവമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ കാണിച്ചിട്ടുള്ളത്. 2,77,00,000 വോട്ടർമാരാണ് കേരളത്തിലുള്ളത്. ഇതിൽ വോട്ട് ചെയ്തത് 1,95,00,000 വോട്ടർമാർ മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 82 ലക്ഷം വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ വോട്ടവകാശം ഒരു കൂട്ടർക്കും വേണ്ടി വിനിയോഗിക്കാതെ മാറി നിന്നു എന്നതാണ് വസ്തുത. ഏതായാലും ജൂൺ 4-ന് വോട്ട് എണ്ണൽ നടക്കുന്നത് വരെ രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെയും തികച്ചും മുൾമുനയിൽ നിർത്തുന്ന ഒരു രാഷ്ട്രീയ തീരുമാനമാണ് കേരളത്തിലെ വോട്ടർമാരായ പൊതുജനം കൈക്കൊണ്ടത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിജയിച്ചു പോയാൽ പൊതുജനത്തെ വെറും കഴുതകളെപ്പോലെ കാണുന്ന സ്വഭാവമാണ് കേരളത്തിൽ കണ്ടുവരുന്നത്. അങ്ങനെയുള്ള വിജയികളാകുന്ന രാഷ്ട്രീയക്കാർക്ക് കുറച്ച് ദിവസത്തേക്കെങ്കിലും വേവലാതിയും വിഷമവും പകർന്നു നൽകാൻ വോട്ടർമാരെ കൊണ്ട് കഴിഞ്ഞത് വലിയ ഒരു കാര്യമായി നമുക്ക് വിലയിരുത്താം. നന്ദി.